ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ ഞാൻ ചിക്കനൊക്കെ വാങ്ങി കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വെച്ചത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. മുന്നേക്ക് ഉണ്ടല്ലോ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വിടും ഫിഷ് വാങ്ങിക്കാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടാണ് കേട്ടോ കൂടുതലും മീനൊക്കെ കഴിക്കാറ്. ഇവിടെ മീൻ വാങ്ങിക്കാറേ ഇല്ല. കാരണം ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വീട്ടിലവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിന്നുണ്ടല്ലോ നമ്മുടെ കുക്ക്ഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിണ്ടിഗൽ ബിരിയാണി മിക്സ് വെച്ചിട്ട് ഒരു ഈസി ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. പിന്നെ അവരുടെ തന്നെ ചിക്കൻ 65 മസാല വെച്ചിട്ട് കൺമണിയുടെ ഫേവറേറ്റ് ചിക്കൻ 65 കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു മെനുവിലുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാരങ്ങ അച്ചാർ, അതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണിക്ക് നല്ല തലപ്പാക്കട്ടി ബിരിയാണിയുടെ എല്ലാ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്തൊരു ബിരിയാണിയാണ് തലപ്പാക്കട്ടി. എന്നെപ്പോലെ ഏതെങ്കിലും തലപ്പാക്കട്ടി ബിരിയാണി ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേറെ കാരണം കൂടിയുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവുകയാണേ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വരാൻ 10-25 ദിവസം എടുക്കും. അപ്പോഴേക്കും അശ്വിന് എൻ്റെ ഫുഡൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുമല്ലോ. അത് ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നത് വരെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനേ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് നല്ലതാണെന്നേ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്നും എൻ്റെ ഫുഡ് തന്നെ കഴിച്ച് ബോറടിച്ചാലോ. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്നത് വരെ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. എന്നിട്ട് എന്നോട് ഫോണിലൊക്കെ പറയൂ കേട്ടോ, നീ എന്നാ വരുന്നത്, എനിക്ക് നിൻ്റെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് വരാവേ. താങ്ക് യു സോ മച്ച്.